കേരള രാഷ്ട്രീയത്തിൽ അച്ചടക്കത്തിന്റെയും പാർട്ടി വിധേയത്വത്തിന്റെയും ആൾരൂപമായി അറിയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സമീപകാലത്ത് നടത്തിയ വെളിപ്പെടുത്തലുകൾ വിമർശനങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. CPM എന്ന കേഡർ പാർട്ടിയുടെ കരുത്ത് അതിന്റെ അച്ചടക്കമാണെന്നും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ എത്ര വലിയ നേതാവായാലും അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും ഉറപ്പിച്ചു പറയുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പ്രത്യേകിച്ചും ദീർഘകാലം CPMന്റെ കരുത്തുറ്റ മുഖമായിരുന്ന G. സുധാകരൻ കോൺഗ്രസിലേക്ക് ചേക്കേറിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. CPMന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന G. സുധാകരൻ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു. ആലപ്പുഴയിലെ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം ആധിപത്യം പുലർത്തിയിരുന്ന സുധാകരൻ പാർട്ടി വിട്ടതിനെ അതിശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി നേരിട്ടത്. G. സുധാകരന്റേത് വെറും ഒരു പാർട്ടി മാറ്റമല്ല, മറിച്ച് വർഗവഞ്ചനയാണെന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വർഗവഞ്ചകൻ എന്നത് ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കുറ്റപത്രമാണ്. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെയും വിശ്വസിച്ച പ്രസ്ഥാനത്തെയും ഒറ്റിക്കൊടുക്കുന്നവരെയാണ് ഇത്തരത്തിൽ വിശേഷിപ്പിക്കാറുള്ളത്. ഒരു അഭിമുഖത്തിൽ ഒരു പടി കൂടി കടന്ന സുധാകരന്റെ നടപടി ചെറ്റത്തരമാണെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മര്യാദയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് സുധാകരൻ ചെയ്തതെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകിയത്. വ്യക്തികൾ പാർട്ടിയേക്കാൾ വലുതാണെന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നതെന്നും പാർട്ടിയിൽ എല്ലാവരും തുല്യരാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. G. സുധാകരനെ കടന്നാക്രമിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് അധ്യക്ഷൻ K. സുധാകരനെ പുകഴ്ത്തിയത് രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിച്ചു. രാഷ്ട്രീയമായി കടുത്ത വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും K. സുധാകരൻ സ്വന്തം പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിധേയനായി നിൽക്കുന്നു എന്നതാണ് പിണറായിയെ ആകർഷിച്ച ഘടകം. തന്റെ പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴും സ്വന്തം നിലപാടുകൾക്ക് വിരുദ്ധമായി പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ പോലും അത് അംഗീകരിക്കാൻ K. സുധാകരൻ തയ്യാറാകുന്നു. ഈ പാർട്ടി വിധേയത്വം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഗുണമാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. സ്വന്തം പാർട്ടിയെ ഒറ്റിക്കൊടുത്ത് മറുകണ്ഠം ചാടിയ G. സുധാകരനേക്കാൾ മാന്യൻ എതിർചേരിയിൽ നിന്നുകൊണ്ട് സ്വന്തം പാർട്ടിക്കായി പൊരുതുന്ന K. സുധാകരനാണെന്ന പരോക്ഷമായ സന്ദേശമാണ് മുഖ്യമന്ത്രി ഇവിടെ നൽകിയത്. ഇത് G. സുധാകരനെ വ്യക്തിപരമായി അവഹേളിക്കുന്നതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു. CPMന്റെ ഉറച്ച കോട്ടയായ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലും മുഖ്യമന്ത്രി മറുപടി നൽകി. മുതിർന്ന നേതാവ് TK ഗോവിന്ദൻ പാർട്ടിക്കെതിരെ നിലപാടെടുക്കുമെന്ന് താൻ കരുതിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്നത് പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമായിരുന്നു. ആ പദവിയിലേക്ക് ഏറ്റവും അനുയോജ്യയായ വ്യക്തി PK ശ്യാമളയാണെന്ന് പാർട്ടി കണ്ടെത്തി. PK ശ്യാമളയെ MV ഗോവിന്ദന്റെ ഭാര്യ എന്ന നിലയിൽ മാത്രം കാണുന്നത് ശരിയല്ലെന്നും പിണറായി വ്യക്തമാക്കി. വിവാഹത്തിന് മുൻപേ തന്നെ അവർ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. അവരുടെ രാഷ്ട്രീയ പാരമ്പര്യവും പ്രവർത്തന മികവുമാണ് സ്ഥാനാർത്ഥിത്വത്തിന് മാനദണ്ഡമായത്. TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആർക്കും തോന്നിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് സ്ഥാനമില്ലെന്ന നിലപാടിന് അടിവരയിടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഭക്തരും വിശ്വാസികളും സംതൃപ്തരാണെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശ്വാസികളെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള നീക്കങ്ങൾ വിജയിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ LDFനോട് കൂടുതൽ അടുക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ നേരിടാൻ LDFന് മാത്രമേ സാധിക്കൂ എന്നും ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതിൽ നിന്നുണ്ടാകുന്ന ഭയമാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും വിമർശനങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ CPM BJP അന്തർധാര എന്ന ആരോപണത്തിന് കടുത്ത മറുപടിയാണ് പിണറായി നൽകിയത്. കോൺഗ്രസ് സത്യത്തിൽ BJPയുടെ B ടീമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വിമർശനം. കോൺഗ്രസ് ആദ്യം രാഷ്ട്രീയ സാഹചര്യം മോശമാക്കുന്നു, അത് പിന്നീട് BJPയിലേക്ക് വളരാൻ അവസരമൊരുക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാദം. തന്നെക്കുറിച്ചുള്ള PR ഇമേജ് ആരോപണങ്ങളെ മുഖ്യമന്ത്രി ചിരിച്ചുതള്ളി. മോഹൻലാലുമായുള്ള അഭിമുഖത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലെന്നും അത് വെറും സൗഹൃദപരമായ സംഭാഷണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ സമരത്തിനിടെ താൻ പിടിച്ച ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന കപ്പിനെ കുറിച്ചുള്ള വിവാദങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. അത് അവിചാരിതമായി സംഭവിച്ചതാണെന്നും ഇതിൽ ഗൂഢാലോചനകളോ ഇമേജ് ബിൽഡിങ്ങോ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പ്രവർത്തികൾ സ്വാഭാവികമാണെന്നും അവയെ സോഷ്യൽ മീഡിയ പുകഴ്ത്തുന്നത് തന്റെ കുറ്റമല്ലെന്നുമാണ് പിണറായിയുടെ നിലപാട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ്. G. സുധാകരനെതിരെയുള്ള കടന്നാക്രമണം പാർട്ടിക്കുള്ളിൽ ഒരു മുന്നറിയിപ്പായി വർദ്ധിക്കും. അതേസമയം K. സുധാകരനെ പ്രശംസിച്ചതിലൂടെ രാഷ്ട്രീയ മര്യാദയുടെ പുതിയ പാഠങ്ങൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ നിലപാടുകൾ LDFന് എത്രത്തോളം ഗുണകരമാകുമെന്നും കണ്ടറിയണം. തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയെ വ്യക്തിയേക്കാൾ മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെയാണ് പിണറായി വിജയന്റെ ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.